നമുക്കൊന്ന് വിശന്ന് പോട്ടെ. ഇപ്പൊ 1.5-2 മണിക്കൂർ 2.5 മണിക്കൂറായി നിങ്ങൾ നിൽക്കുന്നത്. ഒരു 2 മണിക്കൂറും കൂടി നിങ്ങളെവിടെ നിർത്തിയാൽ ഇറങ്ങി ഓടും നമ്മൾ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഹോട്ടലിലേക്ക്. കച്ചവടം പൂട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്ത്, ഒരു 5 മിനിറ്റ് ഉള്ള ഒരു പൊറാട്ടയെങ്കിലും കൊണ്ടാ എന്ന് പറയും അല്ലേ? അതാണ് വിശപ്പ്. ആനയെപ്പോടെയുള്ള ഒരു വന്യമൃഗത്തിന് വിശന്നാൽ എന്ത് ചെയ്യും? ഭക്ഷണം തേടി വരുന്നു ആനകൾ പച്ചപ്പുള്ള പ്രദേശങ്ങളിലേക്ക്. ആരാണ് ഉത്തരവാദി? ഈ ഗവൺമെന്റും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും. എന്താ സർക്കാരിന്റെ നിലപാട്? ചവിട്ടിക്കൊന്ന 10 ലക്ഷം കൊടുക്കും. കുടിക്കാൻ വെള്ളമില്ല കാടുകളിൽ മൃഗങ്ങൾക്ക്. കാടുകളിൽ ഉണ്ടായിരുന്ന സ്വാഭാവിക കുളങ്ങൾ മുഴുവൻ മൂടിപ്പോയി, മറ്റൊരു നിലക്ക് മൂടപ്പെട്ടു എന്നും പറയുന്നു. ഇപ്പൊ ഫോറസ്റ്റിന്റെ പണി എന്താ? കാടുകൾക്കുള്ളിൽ 2-3 കിലോമീറ്റർ അപ്പുറത്തുണ്ടായിരുന്ന കുളങ്ങൾ പാടെ മൂടിപ്പോയി. മനുഷ്യവാസ പ്രദേശത്തിന് മീറ്ററുകൾക്കപ്പുറം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുളം കുത്തുന്നു. പോത്തുകല്ലിൽ ഞാൻ നേരെ പോയി തടുത്തു. ഇന്നലെ ചാലിയാറിൽ നിന്ന് ഫോൺ വരുന്നു. എൻ്റെ മണ്ഡലമല്ല, അങ്ങാടിക്ക് സമീപം ഫോറസ്റ്റ് കുളം കുഴിക്കുന്നു. പോയി തടുക്കാൻ പറഞ്ഞു ജനങ്ങളോട്. അപ്പൊ വന്യജീവികളെ മനുഷ്യവാസ പ്രദേശത്തേക്ക് ആകർഷിക്കുന്ന നിലപാട് എന്തിനാ? ജനം ഇത് വിട്ടുപോകണം. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടി കേൾക്കുന്നു ഈ പ്രദേശത്തുനിന്ന്. എന്താ അറിയാം നിങ്ങൾക്ക്? കൂട് വെച്ച് പിടിക്കുന്ന ഈ പറയുന്ന പുലിയും കരടിയും ഈ വന്യമൃഗങ്ങളെയും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഫോറസ്റ്റിന്റെ വണ്ടിയിൽ കയറ്റി മനുഷ്യവാസ പ്രദേശങ്ങളിൽ കൊടുന്ന് തുറന്നു വിടുന്നു ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയപ്പെടുന്നു. ഈ പ്രദേശ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. എത്രമാത്രം ഭീകരമാണ് ഈ കാര്യങ്ങൾ എന്ന് ആലോചിക്കണം. എന്താ ഗവൺമെന്റ് ഇടപെടാത്തത്? ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചു. നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. കാടെന്താ, നാടെന്താ, വീടെന്താ എന്നറിയാത്ത, അവിടെ ഒന്ന് പോയി നോക്കാൻ ശാരീരികമായ ശേഷിയില്ലാത്ത ഘടകകക്ഷി എന്നതിൻ്റെ പേരിൽ ഓരോ മന്ത്രിമാരെ ഈ നാട്ടിലെ ജനം തലയിലേറ്റേണ്ട ഗതികേടിൽ കേരളം നിൽക്കുന്നു. അതിന്റെ ദുരന്തം മുഴുവൻ ഈ പറയുന്ന ജനം അനുഭവിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വാഭാവികമായി പുലികൾ ഇറങ്ങി വരുന്നു, കരടികൾ ഇറങ്ങി വരുന്നു. എന്തേ? കഴിക്കാനൊന്നുമില്ല. ഈ പുലിയുടെയും ഈ പറയുന്ന വന്യമൃഗങ്ങളുടെയും ഭക്ഷണം മാംസമാണ്. മാനുകളും കാട്ടാടുകളും കുറിയാടുകളുമൊക്കെയാണ് ഇവരുടെ ഭക്ഷണം. അത് നമ്മുടെ കാട്ടിൽ അന്യം നിന്ന് പോകുന്നു. എന്താ കാരണം? അവർക്ക് തന്നാനുള്ള പ്രത്യുൽപാദനപരമായിട്ടുള്ള ഓരോ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കുന്നില്ല. കാട് വരളുന്നു. അപ്പോ പ്രകൃതി സൃഷ്ടിച്ചു വെച്ച ആവാസ വ്യവസ്ഥക്ക് തുരങ്കം വെക്കുന്നു. ആവാസ വ്യവസ്ഥയുടെ പേരിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ സാധുക്കളായ മനുഷ്യർ ചവിട്ടി അരക്കപ്പെടുന്നു. ഭക്ഷണം കിട്ടാത്ത പുലിയും കരടിയും സിംഹവും മനുഷ്യനെ ഭക്ഷണമാക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോഴും കുലുങ്ങാത്ത ഭരണവും പതറാത്ത മന്ത്രിമാരുമുള്ള നാടായി കേരളം മാറുകയാണ്. ഇവിടെയാണ് പ്രതിരോധമുയരേണ്ടത് ജനങ്ങളുടെ. ആ പ്രതിരോധത്തിലൂടെയല്ലാതെ മഞ്ചേരി അങ്ങാടിയിൽ ആന വരും, എഴുതി വെച്ചോളി. മഞ്ചേരിക്കാർക്കൊരു ധാരണ ഉണ്ടാവും, മഞ്ചേരി അല്ലേ, ഒന്നും നിങ്ങൾ കരുതണ്ട. കോഴിക്കോട്ട് അങ്ങാടിയിലും മഞ്ചേരി അങ്ങാടിയിലും ആനയും പുലിയും ഇറങ്ങുന്ന കാലം അതിവിദൂരമാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് നിയന്ത്രിക്കണ്ടേ? ഇതിനൊരു അറുതി വേണ്ടേ? ആ സമരം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള, ഈ സോഷ്യൽ പ്രസ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണ്.
മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അധീനമായി ഈ പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ടാക്കുന്ന ഈ കൊടും ഭീകരതയ്ക്കെതിരെ സാധാരണ ജനങ്ങളെ നമ്മൾ ഒരുമിപ്പിക്കും. പിന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ പോലീസിന്റെയും മോട്ടോർ വെഹിക്കിളിന്റെയും അനീതിക്ക് ഇരയാകുന്നവരാരാ? ഇന്നെന്താണ് ഈ മഴ മുഴുവൻ പെയ്തപ്പോ ഈ മൈതാനവും പരിസരവും നിറഞ്ഞ് കവിയേണ്ട ഇന്നത്തെ യോഗത്തിൽ രാവിലെ തൊട്ടുള്ള മഴ, ഇവിടെ എത്തേണ്ടവർ മുഴുവൻ സാധുക്കളും പാവങ്ങളുമാണ്. അവർക്ക് വരാനുള്ള വാഹനം ടൂ വീലറാണ്. ഈ കൊടും മഴയിൽ ആ വാഹനമെടുത്ത് വരാൻ കഴിയാത്തവരാണ് മഹാഭൂരിപക്ഷവും. ഫോണുകളിൽ വന്ന മെസ്സേജുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. ഇവിടെ ഇന്ന് വന്നതിൻ്റെ എത്രയോ ഇരട്ടി കേരളത്തിലെ മുഴുവൻ ചാനലുകളും ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇന്നത്തെ നിങ്ങളുടെ റേറ്റ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ലക്ഷോപലക്ഷം ആളുകൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇന്ന് ഇത് വീക്ഷിക്കുകയാണ്.